എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ആക്ഷേപങ്ങളോ ആരോപണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊരു ബുദ്ധിമുട്ടില്ല. മനസ്സിലായില്ലേ? പലരും പല നിലക്കുള്ള ആക്ഷേപങ്ങളൊക്കെ പലരും അല്ലെങ്കിൽ പല നിലക്കുള്ളതായ ഫേസ്ബുക്കിലൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ടിട്ട് എന്നെ ആക്ഷേപിച്ചാലും ആ ആക്ഷേപങ്ങളൊക്കെ ഞാൻ അതിന് പുല്ല് വിലയെ കൊടുക്കുന്നുള്ളൂ. അതറിയിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളപ്പെടുകയാണ്. നിരപ്പാക്കി എല്ലാം ഒന്നാക്കുന്ന പങ്കുവഹിച്ചു പോന്നിട്ടുള്ള പാരമ്പര്യമാണ് അതിനുള്ളത്. സമുദായങ്ങൾക്കിടയിൽ ഇന്ന് അകൽച്ചയുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ചില ദുശക്തികൾ കൊണ്ടുപിടിച്ച് നടത്തുന്നു. പ്രധാനപ്പെട്ടതായ ഒരു സമ്മേളനമാണ് ഈ സമ്മേളനം. ഇത് വളരെയധികം വലിയ പരസ്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അത് പൂർണ്ണമായും കൊണ്ട് വിട്ടുമാറിയിട്ടില്ലെങ്കിലും മറ്റൊരു വൈറസിനെ കൂടി നമ്മൾ ഭയപ്പെടുന്നത് കൊണ്ടിട്ട് ഒരു സാധാരണ നമ്മൾ ജില്ലാ സമ്മേളനത്തിന് നടത്തപ്പെടേണ്ടത് പോലുള്ള ഒരു പ്രചരണം ഇതിന് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ വലിയ പ്രചരണമൊന്നും നടത്തിയിട്ടില്ലെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മക്കൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനം എവിടെ ഉണ്ടെന്ന് എങ്ങനെ കേട്ടാലും അവിടെ ഒരുമിച്ച് കൂടും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ ഈ കാണുന്നത്. നമ്മളാരും തന്നെ വലിയ പ്രചാരണം നടത്താം. എന്നോട് പലരും ഞാൻ വരുമ്പോൾ തന്നെ എന്നോട് പലരും പറയും എന്തൊരു ജനകീയമായൊരു പ്രചരണം ഇല്ല. പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ വരും എന്നുള്ളത് ഉറപ്പാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിങ്ങളെ വീടാണ്. നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ വലിയൊരു പ്രചരണം നടത്തിയിട്ടില്ലെങ്കിലും ഒരുപാട് ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടി ഈ സമ്മേളനം വീക്ഷിക്കാൻ ഇത് വിജയിപ്പിക്കാനുമായി കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മക്കളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്നത് വളരെയധികം സന്തോഷകരമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം ഇത് ഒരു ദീനിൻ്റെ പ്രസ്ഥാനമാണ്. വിശുദ്ധമാവുന്ന ദീൻ, ആ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മഹാന്മാരാവുന്നതായ മശായിഖന്മാർ വരക്കൽ മുല്ലക്കോയ തങ്ങളെപ്പോലെ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെ തുടങ്ങിയ മഹത്തുക്കൾ, ആ മഹത്തുക്കൾ വളരെയധികം ആലോചിച്ചതിന് ശേഷം അവർ സ്ഥാപിച്ചതായ ഇവിടെ ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്ത്. വളരെയധികം ആലോചിച്ചു. എത്രത്തോളം അവർക്കുള്ള മഹാന്മാരാവുന്ന മശായിഖന്മാർ അവർ ഹയാത്തുള്ളവരും ഹയാത്തില്ലാത്തവരുമാവുന്ന മശായിഖന്മാരോട് വരെ ഇതിന് വാങ്ങിയതിന് ശേഷം സ്ഥാപിച്ചതായ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്ത്. ഇതിന് നിഷേധിക്കുന്ന ചില ആളുകളുണ്ടാവും. ഹയാത്തില്ലാത്തവരോട് എങ്ങനെയാണ് സമ്മതം വാങ്ങുക, അത് പിന്നെ പരിഹസിക്കുക. ഒരു വിഭാഗം ഇവിടെ ഇറങ്ങും. ഹയാത്തില്ലാത്തവരോട് എങ്ങനെ സമ്മതം, ഹയാത്തില്ലാത്തവരോട് സമ്മതം വാങ്ങാൻ കഴിയും. അത് ഞാൻ ആ വിഷയമൊന്നും ഇപ്പോൾ ലക്ഷ്യങ്ങൾ തിരിച്ചുകൊണ്ട് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, സമയദൈർഘ്യം വായുന്നതുകൊണ്ട്. അപ്പോൾ അത് മഹാന്മാരാകുന്ന അല്ലാഹുവിൻ്റെ ആരിഫീങ്ങളും ഔലിയാക്കന്മാരുമായിരുന്ന ആളുകളായിരുന്നു ഈ സംഘടനയ്ക്ക് ഇവിടെ അവർ ശില നൽകിയത്. അത് ഇങ്ങനെ ഒരു ശില നൽകപ്പെടാൻ പ്രത്യേക ചില കാരണങ്ങൾ, പ്രത്യേകിച്ച് ബിദ്അഈ പ്രസ്ഥാനങ്ങൾ. ഇദാ വഹറത്തിൽ ബിദ്അ വസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ബിദ്അഈ പ്രസ്ഥാനം അത് ഇവിടെ വെളിപ്പെടുകയും ബിദ്അത്തുകൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. വസഖത്തൽ ആലിമു, ആ ആലിമു അതായത് യഥാർത്ഥ അല്ലാഹുവിൻ്റെ മുഖ്റവിയാവുന്നതായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഇൽമു കൊണ്ട് ശരിയായ നിലയ്ക്ക് ഇത്തിസാലുള്ളതായ ആലിം, ആ ആലിമാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ആലിമിൽ നിന്നിട്ട് സുക്കൂത്ത് അയാളെ ശ്രദ്ധിക്കാതിരുന്നാൽ
ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാർ അവരാലോചിച്ചു, ഈ പ്രസ്ഥാനം ഇവിടെ വളർന്നു കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിന്റെ വിശുദ്ധമാവുന്ന അഖീദ, ആ അഖീദക്ക് ഇവിടെ തകരാറ് വരും. അവർക്കുള്ളതായ അഅ്മാലുകൾ, ആ അഅ്മാലുകളിൽ ഇവിടെ ചെയ്ത വിശിഷ്ട സേവനത്തെയും ഇത്രയും കാലം അതിലൂടെ കൈവരിച്ച നേട്ടത്തെയും ആ നേട്ടം ഭാവി തലമുറക്ക് കൂടി പകർന്നു കൊടുക്കേണ്ട ആവശ്യകതയെയും ഊന്നി ബഹുമാനായ ഉദ്ഘാടകനും ബഹുമാന അധ്യക്ഷനും ബഹുമാനപ്പെട്ട തങ്ങളും അതുപോലെ തന്നെ MT ഉസ്താദുമൊക്കെ വളരെ വിശദമായി തന്നെ ഇവിടെ പറയുകയുണ്ടായി. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ശക്തിയുള്ള മേഖലകളിലൊക്കെ അതിൻ്റെ സംഘടനാ പ്രവർത്തനം എത്തിക്കാൻ കഴിഞ്ഞ സമൂഹത്തിലും അതുപോലെ തന്നെ തലങ്ങളിലുമൊക്കെ ഈ പറഞ്ഞതുപോലെ മുസ്ലിം സമുദായം മത സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലൊക്കെ മതപരമായ വിജ്ഞാനം കാലെ ചെറുപ്പത്തിൽ തന്നെ കരസ്ഥമാക്കിക്കൊണ്ട് മുസ്ലിം ലീഗിൽ സമസ്തക്കാരല്ലാത്തവരുണ്ട്, സമസ്തയിൽ മുസ്ലിം ലീഗുകാരല്ലാത്തവരുണ്ടാവും. പക്ഷേ മുസ്ലിം ലീഗുകാരിൽ ബഹുഭൂരിഭാഗവും, ഇതിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട, മുസ്ലിം ലീഗുകാരിൽ ബഹുഭൂരിഭാഗവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനുയായികളാണ്, അനുഭാവികളാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ബഹുഭൂരിഭാഗവും മുസ്ലിം ലീഗിൻ്റെ അനുയായികളും അനുഭാവികളുമാണ്. ഞാൻ തീർത്ത് പറയുന്നു, മുസ്ലിം ലീഗ് സമസ്തയുടേതാണ്. മുസ്ലിം ലീഗ് സമസ്തയുടെ പാർട്ടിയാണ്. എന്തുകൊണ്ട്? മുസ്ലിം ലീഗിലുള്ള ബഹുഭൂരിഭാഗവും സമസ്തക്കാരാണ്. ഒരു സംഘടനയാകട്ടെ, ആ സംഘടനയുടെ ഓഫീസാവട്ടെ, എന്താവട്ടെ, അതിലുള്ള ബഹുഭൂരിഭാഗം ആരാണോ അവരുടേതാണത്. അതുകൊണ്ട് മുസ്ലിം ലീഗ് സമസ്തയുടേതാണ്. സമസ്തയോ? സമസ്ത അത് മുസ്ലിം ലീഗിൻ്റെതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുസ്ലിം ലീഗിൻ്റേതാണ്. കാരണം ഈ ഇരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഈ ഇരിക്കുന്ന സമദാനി സാഹിബ്, ഇവരൊക്കെ സമസ്തയുടെ അനുഭാവികളാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏത് പരിപാടിയിലും പങ്കെടുത്ത് അവർ സന്തോഷം പങ്കിടുന്ന ആളുകളാണ്. ഇന്ന് നിങ്ങൾ സമദാനി സാഹിബിൻ്റെ പ്രസംഗം കേട്ടില്ലേ? സമസ്തയുടെ നേതാക്കളുടെ കൂടെ, ശൈഖുന ശംസുൽ ഉലമയുടെ കൂടെ, സമസ്തയുടെ സമ്മേളനങ്ങളിലൊക്കെ എത്രയോ പങ്കെടുത്തത് അയവിറക്കുകയാണെന്ന് പറഞ്ഞത് കേട്ടില്ലേ? ഇത് മനസ്സിലാക്കാൻ എന്ത് പ്രയാസമാണുള്ളത്? ആർക്കാണിത് മനസ്സിലാകാത്തവർ? അതുകൊണ്ടാണ് ശൈഖുന പറഞ്ഞത്. ഒരു കാലത്ത് ശൈഖുന പറഞ്ഞില്ലേ, ശംസുൽ ഉലമ പറഞ്ഞില്ലേ, മുസ്ലിം ലീഗിൻ്റെ ഓഫീസ് സുന്നത്ത് ജമാഅത്തിൻ്റെ ഓഫീസാണ്. ഇത് തമാശ. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരാണ്, അതിൻ്റെ അനുയായികളും അനുഭാവികളുമാണ് അതിൽ ബഹുഭൂരിഭാഗം. സമുദായത്തിൻ്റെ ഒരു കൂട്ടായ്മ എന്ന നിലക്ക്, മൊത്തത്തിൽ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു കൂട്ടായ്മ എന്ന നിലക്ക് അല്ലാത്തവരും അതിലുണ്ടാവും. പക്ഷേ ബഹുഭൂരിഭാഗവും സുന്നികളും സമസ്തയുടെ അനുയായികളും അനുഭാവികളുമാണ്. എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ബഹുഭൂരിപക്ഷത്തിൻ്റെതാണ് സംഘടന. ബഹുഭൂരിപക്ഷം ആരാണോ അവർക്കുള്ളതാണ് ഓഫീസ്. അതാണ് ശൈഖുന പറഞ്ഞത്. ഞാൻ നീട്ടി പറയുന്നില്ല. 1000 ആളുകൾക്ക്
നിസ്കരിക്കാവുന്ന പള്ളി ഉണ്ടാക്കിയ മാന്യന്മാരായ ആളുകൾ ഇവിടെ ഉണ്ട്. അവർ സമസ്തക്കാരാണ്. ആ പള്ളി സമത്വക്കൊപ്പമാണ്. ഇന്ന് വിക്കായുടെ മദ്രസ, വിക്കായുടെ യോഗം ചേർന്നത് അതിന്റെ മുകളിൽ ഒരു മദ്രസ നടക്കും പോലെയാണ്. വിക്കായ വളണ്ടിയർമാരുടെ യോഗം ഈ പള്ളിയുടെ മുകളിലാണ് ചേർന്നത്. ഉലമാക്കൾക്ക് ആ ഒരു സ്നേഹവും ഉമറാക്കൾക്ക് ആ ഒരു കടപ്പാടും ഉണ്ടാകണമെങ്കിൽ അത് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയണം. അതിന്റെ ഇടക്ക് വിള്ളലുണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും ഉമ്മത്ത് അവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. അത് ഈ സമൂഹത്തിന്റെ പുരോപ്രയാണത്തിന് വലിയ വിഘാതം സൃഷ്ടിക്കും. പ്രസംഗിക്കാൻ എളുപ്പമാണ്, പ്രവർത്തിക്കാൻ പ്രയാസമാണ്. മഹലിലേക്കാണ് ഇറങ്ങി ചെല്ലേണ്ടത്. ആ മഹല്ലുകൾ യോജിച്ചു നിൽക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പ്രവർത്തിച്ചോ എല്ലാ ഉമറാക്കളും ഒപ്പം നിൽക്കും. എല്ലാ ഉമറാക്കളും. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ സംഘശക്തിക്ക് പോറലേൽപ്പിക്കുന്ന പ്രവർത്തനം നടത്തരുത്. അതിന്റെ അർത്ഥം നമ്മൾ അതിന്റെ അടിമയായി എന്നൊന്നുമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഒരു ബന്ധം അതിവിടെ ഉസ്താദുമാർ സൂചിപ്പിച്ചു, തങ്ങളും സൂചിപ്പിച്ചു, MT ഉസ്താദും സൂചിപ്പിച്ചു. അതേ സമയത്തോ വ്യത്യസ്ത ചിന്താഗതിക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവും. ആയിക്കൊള്ളട്ടെ, അതിനെന്താ കുഴപ്പം? അവർക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശമുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ആ രീതിയിൽ ഒരുമയുടെ പാഠം പകരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മുകളിൽ ഒരു സമൂഹം നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോ, മറുഭാഗത്ത് നിരീശ്വരത്വം കടന്നു വരുമ്പോ, രണ്ടിന്റെയും മധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അനൈക്യത്തിന്റെ ചർച്ചകൾ കൊണ്ടുവന്നാൽ വലിയ നട്ടത്തിന്റെ കണക്ക് പുസ്തകം തുറന്നു വെച്ച് എഴുതേണ്ടി വരും. ആ ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ, അള്ളാഹു സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ ജില്ലയിലെ ചാപ്പനങ്ങാടി ഉസ്താദിന്റെ KC ജമാലുദ്ദീൻ മുസ്ലിയാരുടെ മാനുസ്ലിയുടെ ഒക്കെ പാരമ്പര്യം ഉണ്ടല്ലോ, ആ പാരമ്പര്യം മറക്കരുതേ എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.